ബാലഗോപാലൻ വന്നിട്ട് 2022 ₹2 പെട്രോളിന് 21 പെട്രോളിന് സംസ്ഥാനത്ത് ടാക്സ് മേടിക്കുന്നതിന് മേലെ ചെലപ്പുറത്ത് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് ₹2 സെസ് ഏർപ്പെടുത്തി. ഇതും ഇങ്ങോട്ട് തന്നെയാണ്. ഇതൊക്കെ മറുപടി നിങ്ങൾ തരണം. എല്ലാത്തിനും മറുപടി ഉണ്ട് ഇവിടെ. അതും പിണറായി അതെ, ഇവിടെ കാലാനുസൃതമായ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരും. അത് ഇവിടെ അല്ല. പറയട്ടെ മറുപടി പറയട്ടെ. നിങ്ങളിവിടെ യുഡിഎഫിന്റെ പ്രവർത്തകരോട് ഉന്നയിക്കപ്പെട്ട മറുപടി വാങ്ങ്. പിന്നെ നിങ്ങൾ പറയുന്നതിന് മറുപടി വാങ്ങ്. വെറുതെ പറയല്ലേ. നിങ്ങൾ ഉന്നയിക്കപ്പെട്ട മറുപടി തരാ. ഈ പിണറായിസം എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. ഈ പിണറായിസത്തിൽ തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ധരിച്ചത്? അങ്ങനെയാണ് ഈ കേരളത്തിനകത്ത് തുടർ ഭരണം ലഭിച്ചത്. നിങ്ങൾ കൂവിക്കോ, ഉറക്ക കൂവ്. അതാണ് യുഡിഎഫ്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തല്ലേ? ഉറക്ക കൂവ്. ഇവിടെ യുഡിഎഫിന്റെ പ്രതിനിധി ചോദ്യത്തിന് ഉത്തരം പറയാ. അത് കേൾക്കാനുള്ള സാവകാശം കാണിക്ക്. അല്ലാതെ ഇവിടെ വെച്ചിട്ട് ഇന്ന് ബെപ്പം പഠിച്ചതുപോലെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുഡിഎഫിന്റെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുന്ന സമീപനമല്ല. മറുപടി തരാം. ഹലോ, CPM-ന്റെ പ്രതിനിധിയോട് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ റോഡിന്റെ 450 കോടി രൂപ മുടക്കി അത് പണി തുടങ്ങി. ചുരത്തിന്റെ മുകളിൽ പണി തുടങ്ങി. അതേപോലെ മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടി വരെയും പണി തുടങ്ങി. 2016 മഞ്ചേരിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നൊക്കെ സ്വരാജ് ഇതിലെ ഈ റോട്ടിലൂടെയാണ് നടന്നു വരുന്നത്. 2016 എന്തുകൊണ്ട് സ്വരാജ് ഈ നമ്മുടെ നാട്ടിലെ ഈ റോഡിന് വേണ്ടി ₹1 ചെലവാക്കാത്തതെന്ന് മറുപടി പറയണം. സ്വരാജ് എല്ലാവരും തമ്മല്ലേ? സ്വരാജ് തൃപ്പൂണിത്തുറയായിരുന്നു. സ്വരാജ് ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് പറയട്ടെ. ഇതെന്തായത് യുഡിഎഫ് കൂടെ ആളെ കൊണ്ട് കൂവിപ്പിക്കുക. അത് രാഷ്ട്രീയം പറയണു. അല്ലാതെ രാഷ്ട്രീയം പറയുമ്പോ അത് പറ. അല്ലാതെ ഇവിടെ വന്നിട്ട് കൂവാനല്ല. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ? ഞാൻ പറയട്ടെ. ഇവിടെ പറഞ്ഞ കാര്യം പറയട്ടെ. ഇവിടെ നാടുകാണി ചുരം ഇവിടെയാണ്. ഈ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാടിന്റെ ബോർഡർ കഴിഞ്ഞ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന നാടുകാണി ചുരം പൂർണ്ണമായും റബ്ബറൈസ്ഡ് BMBC നിലവാരത്തിൽ നിൽക്കുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം നടപ്പിലാക്കിയതാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു 22 പ്രഖ്യാപനമല്ല വികസനം, അത് ഉമ്മൻചാണ്ടിയുടെ കാലം. തറക്കല്ലിടലല്ല വികസനം, അത് ഉമ്മൻചാണ്ടിയുടെ കാലം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കലല്ല വികസനം ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതാണ്. അതാണ് പിണറായി സർക്കാർ. 22 PWD റോഡ്. ആ 22 PWD റോഡിൽ മിസ്റ്റർ 20 PWD റോഡ് ഈ മണ്ഡലത്തിൽ BMBC നിലവാരത്തിലാണ്. നിങ്ങൾ ഈ പറയുന്ന റോഡിന് പല ഘട്ടങ്ങളിലും അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. നാടുകാണി പരപ്പനങ്ങാടി നിർദ്ദിഷ്ട പാതയുമായി ബന്ധപ്പെട്ടാണ് ഈ നാടുകാണി ചുരത്തിന്റെ ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. നിലമ്പൂർ ടൗണിൽ 5 കോടി രൂപയ്ക്ക് ടൗൺ നവീകരണം ഇപ്പോഴല്ലേ നടപ്പിലാക്കിയത്? നിലമ്പൂർ ടൗണിൽ 5 കോടി രൂപയുടെ ടൗൺ നവീകരണം